അപ്പോൾ ഗൈസ് നമ്മളിന്ന് എൻ്റർപ്രൈസിന് ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തിരിക്കുന്നത്. ഇതൊരു ഇലക്ട്രിക് വാൻ, ഈ കൊച്ചു വാൻ നമ്മൾ എടുത്തത്. വലുതെടുക്കാൻ പോയത് അവിടെ ഇല്ലായിരുന്നു. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് വാൻ എടുക്കുമ്പോൾ പൊതുവേ അവർ നമുക്ക് കേബിളൊക്കെ തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് ചാർജ് ചെയ്യാനൊക്കെ പറ്റും. ഇൻ കേസ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല, അവസ്ഥ അങ്ങനെ ഒരു സ്ഥലമില്ല എങ്കിൽ അവർക്ക് കൊണ്ട് കൊടുത്ത് ഒരു വണ്ടി മാറ്റി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ എക്സ്ട്രാ ഒരു കവറേജ് എടുത്തിട്ടുണ്ട്. അതായത് ഇൻഷുറൻസ് കൂടാതെ എക്സ്ട്രാ കവറേജ് എടുത്തിട്ടുണ്ട്. 2 എണ്ണം ഉണ്ട്. ഒന്ന് 20 പൗണ്ടും ഒന്ന് 10 പൗണ്ടും. 20 പൗണ്ടെന്ന് പറഞ്ഞാൽ ഈ ഫുൾ ബോഡി, അതായത് വെള്ള ഭാഗം കാണുന്ന ഫുൾ ബോഡി എവിടെയെങ്കിലും ഇടിക്കുകയോ ചളങ്ങുവോ അല്ലെങ്കിൽ സ്ക്രാച്ച് ആവുമോ, ഇനിയിപ്പം ചെടികളുമായിട്ട് വരഞ്ഞിട്ട് മൈന്യൂട്ടായിട്ട് സ്ക്രാച്ച് ആവുകയാണെങ്കിൽ മാത്രം 20 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫുൾ കവറായി കിട്ടും. അതല്ലെങ്കിൽ ഫുൾ നമ്മൾ പെയിൻറ്റ് റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള ചാർജ് അവർ നമ്മുടെ കാർഡിൽ നിന്ന് എടുക്കും. 10 പൗണ്ട് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടയർ, ഗ്ലാസ് അതൊക്കെ കവറായി കിട്ടും. കാര്യം 20 പൗണ്ടിനകത്ത് ടയറും ഗ്ലാസും കവറായത്തില്ല. അതല്ലെങ്കിൽ നമ്മുടെ ഈ തിട്ട ഭാഗം വരുമ്പോഴത്തേക്ക് അല്ല അലോയ് വരയുന്നു, ടയർ വരഞ്ഞു പോകുന്നു, ടയർ കീറി പോകുന്നു, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ആ 10 പൗണ്ടിനകത്ത് സെറ്റപ്പായി കിട്ടും. ഏകദേശം 300 മൈൽ മാത്രം ഓടിയ ഒരു ഇലക്ട്രിക് വണ്ടിയാണിത്, ഫോർഡിൻ്റെ. അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്.